ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ഞായറാഴ്ച ഉണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ വംശജരായ അച്ഛനും മകനുമാണെന്ന് റിപ്പോർട്ട്. സാജിദ് അക്രം 50, മകൻ നവീദ് അക്രം 24 എന്നിവരാണ് അക്രമികൾ. സാജിദ് അക്രം പോലീസിൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടുവെന്നും മകൻ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് കമ്മീഷണർ മാൽ ലാനിയോൺ പറഞ്ഞു. സാജിദ് അക്രമിന് ലൈസൻസുള്ള 6 തോക്കുകളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അക്രമികൾക്ക് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. സാജിദ് അക്രമിന് ISന്റെ സിഡ്നി സെല്ലുമായി ബന്ധമുണ്ടെന്നും സൂചനകളുണ്ട്. ഞായറാഴ്ചയാണ് ഏറ്റവും വലിയ ഓസ്ട്രേലിയൻ നഗരങ്ങളിലൊന്നായ ബോണ്ടി ബീച്ചിൽ ഭീകരാക്രമണമുണ്ടായത്. ഹനുക്ക എന്ന ജൂതന്മാരുടെ ആഘോഷ പരിപാടിയിലാണ് വെടിവയ്പ് നടന്നത്. ജൂത സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 16 പേർ കൊല്ലപ്പെട്ടു. 42 പേർക്കോളം ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയതായി ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് പറഞ്ഞു. യഹൂദ വിരുദ്ധത ഇല്ലാതാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഇത്തരക്കാരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പറഞ്ഞു. ഡിസംബർ 14 ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ഇരുണ്ട ദിനമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഭീകരാക്രമണമാണെന്ന് ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് സ്ഥിരീകരിച്ചു.